ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ റിവിഷൻ പ്ലാനിനെ പറ്റിയാണ്. അതായത് എക്സാം അടുക്കാറായി, ഏകദേശം 1 മന്തൊക്കെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, സോ ആ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ 1 മന്തിൽ കൂടുതൽ ടൈം ഉണ്ട്, 2 മന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ 3 മന്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അല്ലേ കാണേണ്ടത്. സെൽഫ് സ്റ്റഡി പ്ലാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുക. ഓക്കെ, അപ്പോൾ റിവിഷൻ പ്ലാനാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഒരു 1 മന്തൊക്കെ ഉള്ളൂ, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നോട്ട്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നോട്ട്സ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള എഴുതിയ നോട്ട്സ് ഉണ്ടാവാം, അതായാലും മതി. തൽക്കാലം ഇനിയിപ്പോൾ നമുക്ക് സമയമില്ലല്ലോ ഒന്ന് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതാൻ. സോ ആ നോട്ട് വെക്കുക. ഓക്കെ, അപ്പം ഇതൊരു 3 ഡേ പ്ലാനാണ്. 3 ഡേ പ്ലാൻ, ആ 3 ഡേ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എക്സാമിൻ്റെ 3 ഡേയ്സിന് മുന്നേ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിൽ നിങ്ങൾ ആരും അലസത കാണിക്കരുത്, ഇതിങ്ങനെ ഫോളോ ചെയ്യണം. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താലേ നമുക്ക് എന്താ പറയുക, എക്സാമിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, കാര്യം ഓൾറെഡി ദിവസങ്ങൾ വൈകി, ഇനി അലസി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഓക്കെ, ആ ഒരു ബോധം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഡേ 1 നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് ഇന്നാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നതെങ്കിൽ ഇന്നിരുന്ന് നിങ്ങൾ ആ ഒരു പാർട്ട് 1 ആണെങ്കിൽ പാർട്ട് 1ൻ്റെ കംപ്ലീറ്റ് സെക്ഷൻസ് വായിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്ന് എനിക്കറിയാം. ചില സെക്ഷന് ഒരു 5 നോട്ട്ബുക്കൊക്കെ കാണും. സോ ഞാൻ ഈ പറയുന്ന 5 നോട്ട്ബുക്കും ലൈൻ ബൈ ലൈൻ വായിച്ചു പോകാനല്ല. അതായത് ഇപ്പം ചില പ്രോബ്ലംസ് ഒക്കെ ഭയങ്കര ബേസിക് ആയിട്ടുണ്ടല്ലോ, ബേസിക് കാര്യങ്ങൾ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാം. പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെ ജസ്റ്റ് അതിലെ തിയറിയൊക്കെ എഴുതി പോയിട്ടുണ്ടാവില്ല, അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓട്ടിച്ച് വായിക്കുക. ഓക്കെ, ഓട്ടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള രീതിയിൽ വായിക്കുക. അതിനെ ഇങ്ങനെ ഇരുന്ന് കാണാപ്പാടമല്ല പഠിക്കേണ്ടത്, ജസ്റ്റ് വായിച്ചു വിടുക. ഇതെന്താണെന്നുള്ള രീതിയിൽ വായിച്ചു വിടുക. എല്ലാം വായിച്ചു വിട്ടിട്ട് ചില MCQs ഒക്കെ ഭയങ്കര ടഫായിട്ടുള്ള MCQs ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ MCQ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അങ്ങനെ ഒരു ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ഈ നോട്ട്സ് വായിക്കാൻ വേണ്ടി ടൈം കളയരുത്. ഓക്കെ, അപ്പം ഡേ 1 എന്ത് ചെയ്യേണ്ടത്, ഈ നോട്ട്സ് മൊത്തം വായിക്കാം. ഇപ്പം ഏത് പാർട്ടാണെങ്കിലും നോട്ട്സ് മൊത്തം വായിക്കാം. ഈ നോട്ട്സ് വായിക്കുന്ന സമയത്ത് റിലേറ്റ് ചെയ്ത് വായിക്കാൻ ട്രൈ ചെയ്യുക. അതായത് പാർട്ട് 1 ആണെങ്കിൽ ഇതിൽ കൂടുതലും എന്താ പറയുക, തിയറി ആയിരിക്കുമല്ലോ. അപ്പോൾ തിയറി ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു ഫ്ലോ ചാർട്ട് രീതിയിൽ ഒരു കഥ പോലെയോ ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോഴാകുമ്പോൾ നിങ്ങൾക്കത് ഇൻ്റർ കണക്ട് ചെയ്ത് ഓർമ്മ നിൽക്കാനൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി പാർട്ട് 2 ആണെങ്കിൽ കൂടുതലും ഫോർമുലാസ് ആണല്ലോ. ഫോർമുലാസിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞൊരു ഫോർമുലയിൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വരുന്നത് ഒരുവിധം എല്ലാ ഫോർമുലയിലും ആവറേജ് ആയിരിക്കും അതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ. അതായത് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അസറ്റ്സ് ആണ് അല്ലേ. അതുപോലെ ടേൺ ഓവർ റേഷ്യോ, ഇപ്പോൾ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിലും റിസീവബിൾ എപ്പോഴാണ് വരുന്നത്, നമ്മൾ സെയിൽ നടത്തുമ്പം. അപ്പോൾ സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് റിസീവബിൾസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആവറേജ് ഡിനോമിനേറ്ററായിട്ട് താഴെ വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ഫോർമുലയ്ക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു യുണീക്ക് കാണും, അല്ലെങ്കിൽ ആ ഫോർമുല ഓർത്ത് വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു കീവേഡ് കാണും. അപ്പോൾ അത് നോക്കുക, അത് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അപ്പോൾ അതൊരു ടെക്നിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ 1 എന്ത് ചെയ്യുക, നോട്ട്സ് മൊത്തം വായിക്കുക, വെറുതെ വായിച്ചു വിടാതെ ഇൻ്റർ കണക്ട് ചെയ്ത് വായിക്കുക. പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ സെക്ഷനും വായിച്ച് തീർക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ദിവസം MCQ പ്രാക്ടീസ് ആണ്. രണ്ടാമത്തെ ദിവസം എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 3 അവർ സെറ്റ് ചെയ്ത് 100 MCQs ആ വിത്തിൻ 3 അവറിൽ ടൈമർ സെറ്റ് ചെയ്ത് എക്സാം പോലെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതും റാൻഡമായിട്ടിട്ട്. ഓക്കെ, റാൻഡമായിട്ടിട്ട് നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വരാത്ത രീതിയിൽ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് സോഫ്റ്റ്വെയറിൽ 3 അവർ സെറ്റ് ചെയ്ത് എക്സാം മോഡിൽ പ്രാക്ടീസ് ചെയ്താൽ വളരെ നല്ലത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് പോസിബിൾ അല്ല, നിങ്ങൾ MCQ PDF ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു 100 MCQs അങ്ങനെ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക. എനിക്കൊന്ന് PDF ആണെങ്കിൽ നമുക്കങ്ങനെ എന്താ പറയുക, താഴെ തന്നെ അതിൻ്റെ ആൻസറും എന്തുകൊണ്ട് തെറ്റി, എന്തുകൊണ്ട് ശരിയായി എന്നൊക്കെ കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് മറച്ച് വെച്ചിട്ട് നിങ്ങളുടെ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് അങ്ങനെ കണ്ടുപിടിച്ച് എഴുതാം. അപ്പം ഒരു ദിവസം നിങ്ങൾ ഒരു 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, MCQ ഡേ 2 ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്, 100 MCQ അറ്റൻഡ് ചെയ്യുക. അത് സോഫ്റ്റ്വെയറിൽ എക്സാം മോഡ് ഇട്ട് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. 3 അവർ തന്നെ സെറ്റ് ചെയ്ത് ആ ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, ഇനി PDF ആണ് ചെയ്യുന്നവരാണെങ്കിലും 100 MCQs തന്നെ അറ്റൻഡ് ചെയ്യുക. അത് ഇതുപോലെ ഇങ്ങനെ മറച്ച് വെച്ചിട്ട് അറ്റൻഡ് ചെയ്ത് പോവാം.
അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? എല്ലാ സെക്ഷനും ഇട്ട് റാൻഡം ആയിട്ട് വേണം ക്വസ്റ്റ്യൻസ് വരേണ്ടത്. അതുപോലെ ഒരുപാട് സമയം ഒരു ക്വസ്റ്റ്യന് സ്പെൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കുക, അതിനൊക്കെ ടൈമർ വെച്ച് ചെയ്യാം. ഓക്കെ, അതായത് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് കൂടുതലൊന്നും ടൈം, അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് അതിൽ കൂടുതൽ നിങ്ങൾ ആ ക്വസ്റ്റ്യന് വേണ്ടി എന്താ പറയുക ടൈം എടുക്കരുത്. അപ്പോൾ അങ്ങനെ ടൈമറൊക്കെ വെച്ച് അതൊക്കെ ശ്രദ്ധിച്ച് ആ ഒരു ദിവസം മൊത്തം എന്ത് ചെയ്യുക? MCQ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണ്? 100 MCQs. അത് നിങ്ങൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഡേ, അതായത് ഡേ 3 എന്താ ചെയ്യേണ്ടത്? ഈ 100 MCQസിൻ്റെ റിവ്യൂ ആണ് ചെയ്യേണ്ടത്. അത് ആ ഫുൾ ഡേ ഇരുന്ന് ചെയ്യുക. ഓക്കെ, സമയം വേസ്റ്റ് ആക്കാതെ എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കണം. തെറ്റായാലും ശരിയായാലും അതെന്തുകൊണ്ട് തെറ്റി, ഇതെന്തുകൊണ്ട് ശരിയായി. ചില ക്വസ്റ്റ്യനൊക്കെ എനിക്കറിയാം നമ്മൾ ഗസ് അടിച്ചൊക്കെ കറക്റ്റ് ആക്കും അല്ലേ. അപ്പം അതെന്തുകൊണ്ട് കറക്റ്റായെന്ന് അറിയണമല്ലോ. വെറുതെ കറക്റ്റായോ യുറേക്കാന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ലല്ലോ, എക്സാമിന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ആ ക്വസ്റ്റ്യൻസൊക്കെ വായിക്കുക, എന്നിട്ട് ആൻസേഴ്സൊക്കെ മനസ്സിലാക്കിയിട്ട് അത് നോട്ട്സിലോട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ നോട്ട്സിലോട്ട് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഷോർട്ട് നോട്ട് ഇല്ലാത്തവരാണ്, നിങ്ങൾക്കെല്ലാം ലോങ് നോട്ട്സാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ MCQ റിവ്യൂ ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്സ് എഴുതി വയ്ക്കാൻ സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്ക് എടുക്കുക. ഓക്കെ, അതിലിങ്ങനെ എഴുതി പോവാം. കാര്യം മറ്റത് ഓൾറെഡി ഒരുപാട് ഉണ്ടല്ലോ, ഒരു സെക്ഷൻ തന്നെ 5-6 നോട്ട്ബുക്ക് വരുമ്പം അതിൻ്റെ അകത്ത് ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ റിവിഷൻ ഒന്നേന്ന് വായിക്കുമ്പം ഇതങ്ങ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം MCQ അങ്ങനെ അല്ല, ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഷോർട്ട് നോട്ട്സ് ഇല്ല എന്ന കേസിലാണെങ്കിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ബുക്ക് വെക്കുക. എന്നിട്ട് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര യൂണീക്കായിട്ടും നിങ്ങളിത് മറന്നു പോകാൻ ചാൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു പുതിയ കാര്യമായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ കോൺസെപ്റ്റ് എഴുതി വെക്കുക. അല്ലാതെ ക്വസ്റ്റ്യനും ആൻസറും അല്ല എഴുതേണ്ടത്, അതിൻ്റെ കോൺസെപ്റ്റ് എഴുതി വെക്കുക. ഓക്കെ, അപ്പം ഇപ്പോൾ അല്ലാതെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഇതുവരെയും കാണാത്ത പ്രോബ്ലംസ്, പക്ഷേ നിങ്ങൾക്കത് ഒന്നും കൂടെ ചെയ്തൊന്ന് എഴുതി വെക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ നോട്ട്ബുക്കിൽ നിങ്ങൾക്കതിങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡേ 2 MCQ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരു ബുക്ക് മാറ്റണം. അതായത് ആ ബുക്ക് മൊത്തം നിങ്ങൾക്ക് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾ റെഫർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ ബുക്ക് അതുപോലെ വെക്കുക. ഓക്കെ, അപ്പം ഞാനത് ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയാം. ഡേ 1 എന്താ ചെയ്യേണ്ടത്? എഴുതി വെച്ച എല്ലാ നോട്ട്സും വായിക്കുക. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ സെക്ഷൻ നോട്ട്സും വായിക്കുക. ഡേ 2 എന്ത് ചെയ്യുക? 100 MCQs എക്സാം മോഡിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അല്ലാത്ത മോഡ്, ഇപ്പം നിങ്ങൾ PDF ആണെങ്കിലും അല്ലാത്ത രീതിയിൽ ടൈമർ സെറ്റ് ചെയ്ത് റാൻഡം ആയിട്ടിട്ട് ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് നോക്കി വെച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി 3ാമത്തെ ദിവസമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ 100 MCQസിനെ റിവ്യൂ ചെയ്യണം. എന്തുകൊണ്ട് തെറ്റി, എന്തുകൊണ്ട് ശരിയായി, എന്നിട്ടൊരു നോട്ട്ബുക്ക് വെച്ച് സെപ്പറേറ്റ് വെച്ചിട്ട് അതിൽ എഴുതി പോവുക. ഓക്കെ, നിങ്ങളുടെ ഒബ്സർവേഷൻസ് ഒക്കെ എഴുതി പോവുക. ഇതാണ് നമ്മുടെ 3 ഡേ പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇതെന്ത് ചെയ്യണം? ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇനി ഡേ 4 എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ എഴുതി ഒഴിച്ച് MCQ റിവ്യൂ നോട്ട്ബുക്കും വായിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ സെക്ഷൻ്റെ നോട്ട്സും ഒന്നേന്ന് വായിക്കണം. മനസ്സിലായാലും വായിക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഓട്ടിച്ച് വായിച്ച് പോയാൽ മതി, അല്ലാതെ ഇരുന്ന് കാണാപ്പാടം പഠിക്കണം എന്നല്ല പറയുന്നത്. വായിക്കുക എന്ന് വെച്ചാൽ വായിക്കുക, പക്ഷേ വായിക്കുന്ന സമയത്ത് കണക്ട് ചെയ്ത് വായിക്കാൻ ട്രൈ ചെയ്യുക. ഒരു കഥ പോലെയൊക്കെ വായിക്കുക. ഫോർമുലയൊക്കെ ഞാൻ പറഞ്ഞില്ല, അതുപോലെ അതിൻ്റെ കണക്ഷൻസ് നോക്കുക, അങ്ങനെ വായിക്കുക. ഓക്കെ, ഇനി എന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും ഡേ 5 എന്ത് ചെയ്യുക? ഈ 100 MCQs അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഡേ 6 എന്ത് ചെയ്യുക? വീണ്ടും MCQ റിവ്യൂ ചെയ്യുക, നോട്ട്സ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ലാസ്റ്റ് എക്സാമിന് ഒരു 3 ദിവസം മുന്നേ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെയ്ത MCQs തന്നെ വീണ്ടും ചെയ്യാതിരിക്കുക. മാത്രമല്ല MCQവിൻ്റെ ടൈമിംഗ് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ എത്ര ടൈമിനുള്ളിലാണ് MCQ കറക്റ്റ് ആക്കാൻ നിങ്ങൾക്ക് എടുക്കുന്ന സമയം എത്രയാണ് അത് ഫോക്കസ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളിപ്പോൾ എക്സാം മോഡിൽ ഇട്ടിട്ട് സോഫ്റ്റ്വെയറിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര പ്രശ്നമില്ല. കാര്യം ആ 3 hours നിങ്ങൾ 100 MCQs ക്ലിയർ ചെയ്ത് കഴിഞ്ഞിരിക്കണം, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം അതായത് ഒരു 1 hour 35 questions എങ്കിലും ചെയ്യണം, അങ്ങനെ പോയാലേ പറ്റുള്ളൂ. പക്ഷേ ഈ PDF വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ വെച്ച് ഇത് കുറച്ച് ടഫായിരിക്കും. എങ്കിൽ പോലും ഒരു ടൈമറൊക്കെ ഫോണിലൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ബട്ട് നിങ്ങൾക്ക് മോക്ക് പോലെയൊക്കെ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. ഓക്കെ, ഇനി പിന്നെ ഞാൻ ഇപ്പോൾ MCQs PDF ചെയ്യുന്നവരാണെങ്കിൽ മോക്ക് എക്സാം മോഡൽ, അതായത് 3 hours സെറ്റ് ചെയ്ത് 100 MCQs ഒരു 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ സിസ്റ്റത്തിൽ ചെയ്തിരിക്കണം എക്സാമിന് മുന്നേ. മിനിമം ഒരു 5 പ്രാവശ്യം.
അതിന് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് കണക്ട് ചെയ്യുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് അവരോട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ചോദിച്ചിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉള്ള കുട്ടികളുമായിട്ട് റീച്ച് ഔട്ട് ചെയ്തിട്ട് ഒരു 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാനുള്ള അവസരം നിങ്ങൾ തന്നെ ഒരുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സാമിന് പോയിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഡേ പ്ലാൻ. ഇതിങ്ങനെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് അടിച്ച് പോവാം. ഇനി ഇപ്പം ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പോയിട്ട് എക്സാമിന് 3 ദിവസം മുന്നേ ആകുമ്പം പിന്നെ MCQs വന്നേന്ന് അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട. എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും ആ 3 ദിവസം വളരെ വൃത്തിയായിട്ട് വായിക്കുക എന്നുള്ളതാണ്. ഫോർമുലാസ് ആണെങ്കിൽ നല്ലോണം ഒന്നും കൂടെ പഠിക്കുക, ഒന്നും കൂടെ എല്ലാം എഴുതി വെച്ചത് വായിക്കുക. ഇനി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു 3 ദിവസം, അത് എക്സാമിന് 2 ദിവസം മുന്നേ ഒരു 3 hours സെറ്റ് ചെയ്ത് MCQ വേണേൽ നമുക്ക് ഒന്നിന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ആ സമയത്ത് ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത MCQs അല്ല ട്രൈ ചെയ്യേണ്ടത്, എല്ലാം കൂടെ ഇതുവരെ അറ്റൻഡ് ചെയ്തതും എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടും. അതിൻ്റെ സ്കോർ കാണുമ്പോൾ കാര്യം നമ്മൾ ഓൾറെഡി അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കണക്റ്റ് ആവുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ദിവസം നിങ്ങൾ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടൊന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ഇപ്പം ഇത് ചെയ്താൽ കുറച്ചും കൂടെ നല്ലത്. അതിനേക്കാൾ ഉപരി 3 days നിങ്ങൾ വളരെ വൃത്തിക്ക് നോട്ട്സ് ഇരുന്ന് വായിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, MCQ റിവ്യൂ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നും കൂടെ ഇരുന്ന് വായിച്ച് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ, അതുപോലെ എസ്സേയും ആ 3 ദിവസം നിങ്ങൾ എസ്സേയും നന്നായിട്ട് നോക്കുക. എസ്സേയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ ഓർമ്മ നിൽക്കും. ഓക്കെ, കണ്ടിന്യൂസ് MCQs പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ MCQ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരു കാര്യങ്ങളും ഓർമ്മ നിൽക്കത്തില്ല. ഓക്കെ, കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇടയ്ക്ക് നമ്മളിങ്ങനെ വായിക്കുകയും പിന്നെ MCQ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു നല്ലൊരു നോട്ട്സ് ആക്കി നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ എക്സാമിന് മുന്നേ ആ 3 ദിവസം നിങ്ങളത് വൃത്തിക്കിരുന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മ നിൽക്കും. ഓക്കെ, ഇപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. MCQs ഒക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ എക്സാമിന് പോകുന്ന സമയത്ത് ഈ ഫോർമുലാസ് മറന്നു പോവുക, തിയറി മറന്നു പോവുക, സ്റ്റെപ്സ് മറന്നു പോവുക. സോ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സാമിന് 3 ദിവസം മുന്നേ തറമായിട്ട് എന്ത് ചെയ്യുക, MCQs വായിക്കുക എന്ന് മൊത്തം നോട്ട്സ് വായിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് ഈ പറഞ്ഞ പോലെ MCQ റിവ്യൂ നോട്ട്ബുക്കും വായിക്കണം, എല്ലാ നോട്ട്സും നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ നോട്ട്സും വൃത്തിക്ക് വായിക്കണം. ഓക്കെ, ഇനി എക്സാം ഡേയുടെ അന്ന് വായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 2 ദിവസം മുന്നേ, അതായത് ഈ വായിക്കാൻ വേണ്ടി എടുക്കുന്ന 3 ദിവസം ഉണ്ടല്ലോ, ആ ദിവസം നിങ്ങൾ നിങ്ങൾക്കൊരു നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ 4ആയിട്ട് മടക്കി അതിൽ നമുക്ക് എഴുതി ചെറിയ അക്ഷരങ്ങളിൽ നമുക്ക് എഴുതി വെക്കാം. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എക്സാം ഡേയുടെ അന്ന് ആ പോർഷൻ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഓട്ടിച്ച് വായിക്കാം. ഓക്കെ, അങ്ങനെയും നിങ്ങൾക്കൊരു കാര്യം ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. തെറ്റോ ശരിയോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക, പക്ഷെ ആ സമയത്ത് ടെൻഷൻ അടിക്കാതിരിക്കുക. ഒരുവിധം എല്ലാ കുട്ടികളും പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നത് അവർ ടെൻഷൻ അടിക്കുമ്പോഴാണ്. ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തിനെ പറ്റി ഓർത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ, പക്ഷേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും പ്രസൻറ്റിലാണ്. അപ്പോൾ പ്രസൻറ്റ് നന്നായിട്ട് ആ ടൈം യൂസ് ചെയ്യണം, നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ഫ്യൂച്ചർ ഓർത്തോ ഇതിൻ്റെ മാർക്ക് ഓർത്തോ ടെൻഷൻ അടിച്ചിരിക്കാതെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ള ബോധം ഉണ്ടാവുക, അത് ചെയ്യുക. ഓക്കെ, നല്ലോണം നമ്മൾ ഇൻപുട്ട് കൊടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് ഉണ്ടാവും. പക്ഷേ ഈ ഇൻപുട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ആൻസൈറ്റി ഒക്കെ ആയിട്ട് ഇങ്ങനെ വറീഡായി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറായിട്ടുള്ള തിങ്കിങ് ഒക്കെ വിട്ടിട്ട് എക്സാമിന് ഫോക്കസ് ചെയ്യുക, പഠിക്കുക, എഴുതുക. ജസ്റ്റ് നിങ്ങൾ യൂഷ്വലി ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നിടവിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, MCQ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേ ലാഘവത്തോടെ തന്നെ നിങ്ങൾക്ക് എക്സാം ഡേക്കും പോയി വേറൊരു സ്പേസിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഫീലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എക്സാം ഡേ എങ്ങനെയായിരുന്നു, എൻ്റെ എക്സാം ഡേ എങ്ങനെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു, പ്രോമെട്രിക് സെൻറ്ററിലെ എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ കാണുക, അപ്പോൾ കുറച്ചും കൂടെ ഐഡിയ കിട്ടും. അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ബൈ.